ഓ മൈ ഗോഡ്, ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. നാട് മൊത്തം പാറ്റകൾ. ഐ എം പാറ്റ, വി ആർ പാറ്റ, വി ഓൾസോ പാറ്റ, ബട്ട് ഐ എം നോട്ട് പാറ്റ. ഈ അടുത്തിടെ രാജ്യത്തിനകത്ത് ജനസികൾക്ക് ഒരു വലിയ ആക്ഷേപം സംഭവിക്കുന്നുണ്ടായി. ഇതിനെതിരെ ഇവിടെ കേരളത്തിൽ എന്തിന് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ ഇവിടെ ഒരു ജനസികൾക്ക് നട്ടലില്ലാതായി പോയി. ആൻഡ് രാജ്യത്തിനകത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരുത്തൻ അങ്ങ് അമേരിക്കയിൽ ഇരുന്ന് വിളമ്പിയ വിഷമടിച്ച് നടക്കാൻ വിധിക്കപ്പെട്ട കുറേയധികം പാർട്ടികളുണ്ടായി. ദാറ്റ്സ് കോൾഡ് കോക്രോച്ച് ജനതാ പാർട്ടി ആൻഡ് യു ഫോളോ ഹിം എക്സാക്ട്ലി ബ്ലഡി ഫക്കിംഗ് മൂവ്മെന്റ്. The brain of CJP, one and only Abhijit Dipke from America, is following and growing with ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടിയുടെ എക്കോസിസ്റ്റത്തിൽ വളർന്ന് നേതാവായ കെജ്രിവാൾ പറയാതെ പറയുന്ന നേപ്പാൾ മോഡൽ ജൻസി കലാപത്തിൻ്റെ ഉച്ചിഷ്ടവും അമേദ്യം 4 നേരം വെട്ടുവിഴുങ്ങി നടക്കുന്ന ഒരു സാധാ ജർമ്മൻ ഷെപ്പേർഡ്. അത് ഇഞ്ചക്ട് ചെയ്യാൻ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഉപയോഗിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ ഇത്. ആൻഡ് അർപ്പിത് ശർമ്മ, മറ്റൊരു വക്താവ്, നേതാവ്, രാജ്യത്തിനെതിരെ നിരന്തരം കലാപം സൃഷ്ടിക്കുന്ന തരത്തിൽ നിരന്തരം വായാട്ടം നടത്തുന്ന മറ്റൊരു പൊട്ടൻ. നേപ്പാൾ മോഡൽ ആഹ്വാനം ചെയ്യുന്ന തരത്തിൽ സംസാരിച്ചതിന് രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ വിവിധ തരം കേസുകൾ. കൂടെ പുള്ളി കാശ്മീരിലെ ആർട്ടിക്കൽ 370 എടുത്ത് കളഞ്ഞത് ശരിയല്ല എന്ന് വാദിച്ച ആളാണ്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ കാര്യങ്ങൾ. പിന്നെ ഇവരുടെ എല്ലാം സദ്ഗുരു, കേരളത്തിലെ രാജ്യവിരുദ്ധരുടെ അപ്പോസ്തലൻ, ദ ബ്ലഡി മാനിപ്പുലേറ്റർ ധ്രുവ് റാഠി. മറ്റൊരു രാജ്യത്തിരുന്ന് സ്വന്തം രാജ്യത്തെ മോശമായി ചിത്രീകരിക്കാൻ മാത്രം സമയം കണ്ടെത്തുന്ന, മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യക്കകത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന, ഇന്ത്യയുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവരുടെ ഫണ്ടും മേടിച്ച് കുരയ്ക്കുന്ന ഇത്തരം ജർമ്മൻ ഷിപ്പേഡുകൾക്ക് കൂടെ നിൽക്കുന്ന ഇന്ത്യൻ ജൻസികളെ, അതായത് ഇപ്പോൾ വിമർശിക്കുന്ന ജൻസികളെ ഞാൻ എന്ത് വിളിക്കണം? ഒരു കോടതി പരാമർശം, അതിനെതിരെ സോഷ്യൽ മീഡിയ പ്രതികരണം, ആക്ഷേപഹാസ്യം എന്ന നിലയിൽ വന്നൊരു പ്രതികരണം, അത് പിന്നീട് ഒരു ഡിജിറ്റൽ രാഷ്ട്രീയ മൂവ്മെന്റായി മാറുന്നു. വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ CJPക്ക് കിട്ടിയ പിന്തുണ ഇന്ത്യയിലെ യുവതലമുറയുടെ മാനസികാവസ്ഥയെ തുറന്നു കാട്ടുന്നുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അപ്പോഴും ചോദ്യം എങ്ങനെ ബാക്കി വരികയാണ്, അവരിൽ എത്ര പേർ ഇന്ത്യക്കാർ? ഇന്ത്യൻ യുവതലമുറയുടെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ ഇന്ന് ലക്ഷക്കണക്കിന് പഠിച്ച യുവാക്കൾക്ക് ജോലിയില്ല. സത്യം തന്നെ, മത്സര പരീക്ഷകൾ അനിശ്ചിതത്വത്തിലാണ്. ഭാവിയെക്കുറിച്ചുള്ള ആത്മവിശ്വാസം കുറഞ്ഞു വരുന്നുണ്ട്. സിസ്റ്റത്തോട് നിരാശ കൂടി വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് കോക്രോച്ച്, പാരസൈറ്റ് പോലുള്ള വാക്കുകൾ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയിൽ നിന്നും വരുന്നത്, അത് ചർച്ചയാകുന്നത്. അത് പല യുവാക്കളെയും വ്യക്തിപരമായി അപമാനമായി ഏറ്റെടുക്കുന്നുണ്ട്. അവിടെയാണ് CJP ഒരു ക്ലവർ പൊളിറ്റിക്കൽ സിംബോളിസം ഉപയോഗിച്ചത്. ഞങ്ങളെ പാറ്റകളെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങളാണ് ആ പാറ്റകൾ. ഈ തരത്തിലുള്ള ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പുതിയതല്ല. ചരിത്രത്തിൽ പലപ്പോഴും അധികാരത്തിൻ്റെ അപമാന വാക്കുകൾ ജനങ്ങൾ പ്രതിഷേധത്തിന് ചിഹ്നമായി മാറ്റിയെടുത്തിട്ടുണ്ട്. വൈറലാകുന്നത് കൊണ്ട് മാത്രം ഒരു പ്രസ്ഥാനം ശക്തമാണെന്ന് അർത്ഥമില്ല. ഫോളോവേഴ്സ് ഉണ്ടെന്ന ഒരൊറ്റ കാരണം കൊണ്ട് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാകണമെന്നുമില്ല. ഫോളോവേഴ്സ് നോക്കി വിപ്ലവമാണ് എന്ന് വാദിക്കുകയും വിധിക്കുകയും ചെയ്യുന്ന അത്രമാത്രമേ ഇന്നത്തെ ജൻസി വളർന്നെന്ന് പറയുമ്പോൾ തന്നെ നാണക്കേടാണ്. അപ്പോൾ നാളെ ഫോളോവേഴ്സ് കൂടുതലുള്ള ഒരു പോണക്ടർ വാദിച്ചാൽ അവർക്ക് നാളെ ഇന്ത്യ എഴുതി കൊടുക്കേണ്ടി വരും. CJP ഒരു നല്ല ആശയമേ അല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു രാജ്യവിരുദ്ധരുടെ കൂട്ടായ്മ. ഇത് ഇത്രയേ ഉള്ളൂ. സോ കം ടു ദ ഫാക്ട്. CJP ഉയർത്തുന്ന ചില ചോദ്യങ്ങൾ തീർച്ചയായും ഗൗരവമുള്ളവ തന്നെയാണ്. അത് ഇവിടെ വേണ്ടതുമാണ്. നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തെ നമ്മൾ നിരന്തരം ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. നീറ്റ് എക്സാം കോൺട്രവേഴ്സീസ്, ജൻസിൻ്റെ തൊഴിലില്ലായ്മ, രാഷ്ട്രീയ ഫണ്ടിങ്ങിലെ കൃത്യതയില്ലായ്മ, RTIയുടെ പ്രാധാന്യം, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളുടെ അനാസ്ഥ, അങ്ങനെ അധിക രാഷ്ട്രീയ ബന്ധങ്ങൾ, ഇവയെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ വേണം. യുവാക്കൾ ചോദ്യം ചെയ്യുകയും വേണം. അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾക്കും വേണ്ടി മൂവ്മെൻറ്റുകൾ സൃഷ്ടിക്കുക തന്നെ വേണം. പക്ഷേ അത് രാജ്യത്തിനകത്ത് രാജ്യവിരുദ്ധ പ്രോത്സാഹിപ്പിക്കുന്ന, കലാപത്തിന് പ്രേരണ നൽകുന്ന ആളുകൾക്കൊപ്പമാകരുത് എന്ന് മാത്രം. അങ്ങനെ ഒരു മികച്ച മൂവ്മെൻ്റാണ് ഇതെങ്കിൽ ഞാനും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് ഉറപ്പ്. പക്ഷേ ഈ സമൂഹത്തെ അസ്ഥിരപ്പെടുത്തുക, ജനങ്ങളെ പരസ്പരം തല്ലിക്കുക, ജനാധിപത്യ സ്ഥാപനങ്ങളിലുള്ള വിശ്വാസം തകർക്കപ്പെടുക, നിലപാടുകളിൽ തീവ്രത കലർത്തി യുവാക്കളെ വഴിതെറ്റിക്കുക, ജനങ്ങളുടെ ദേഷ്യത്തെ ബിസിനസ്സാക്കി മാറ്റുക, ലോകരാജ്യങ്ങളിൽ ബഹുരാഷ്ട്രീയമായി മത്സരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ മാത്രം ഒറ്റപ്പെടുത്തുക, ഇതൊക്കെയാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയ രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ ഭാഗം ഇമോഷൻ ഡ്രൈവൻ പൊളിറ്റിക്സായി മാറിയിരിക്കുകയാണ്. ദേഷ്യം വിറ്റഴിക്കുന്നു, പരിഹാരം റീച്ചാക്കപ്പെടുന്നു, വിക്ടിംഹുഡ് ബ്രാൻഡിംഗ് ആക്കപ്പെടുന്നു, പ്രൊട്ടസ്റ്റ് പോലും കണ്ടന്റ് ഫോർമാറ്റിലേക്ക് മാറ്റപ്പെടുന്നു. അവിടെ യഥാർത്ഥ രാഷ്ട്രീയം പോലും ചിലപ്പോൾ പിന്നിലേക്ക് പോകുന്നുണ്ട്. ഇന്നത്തെ ഇന്ത്യയിൽ ഒരു പുതിയ യാഥാർത്ഥ്യം കാണാം. ട്രെൻഡ് ആകുന്നത് പലർക്കും ട്രൂത്തായി മാറുകയാണ്. ഫോളോവേഴ്സിൻ്റെ എണ്ണം ക്രെഡിബിലിറ്റിയായി കാണപ്പെടുന്നു. മെമ്മ പലപ്പോഴും മാനിഫെസ്റ്റോയേക്കാൾ ശക്തമാകുന്നു. ഇതുകൊണ്ടാണ് CJP എളുപ്പത്തിൽ വിലയിരുത്താൻ പറ്റാത്തത്. CJP എന്നത് ഇന്നത്തെ തലമുറയുടെ ഒരു നിരാശയും കോപവും രാഷ്ട്രീയ അവിശ്വാസവും ഡിജിറ്റൽ സംസ്കാരവും ഒന്നിച്ചു കലർന്ന ഒരു പുതിയ രാഷ്ട്രീയ കലാരൂപത്തിൻ്റെ കൂത്താട്ടം മാത്രമാണ്. ലോകം മുഴുവൻ യുദ്ധങ്ങളിലേക്കും സാമ്പത്തിക തകർച്ചകളിലേക്കും ആഭ്യന്തര കലാപങ്ങളിലേക്കും കലഹങ്ങളിലേക്കും ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികളിലേക്കും കൂപ്പുകുത്തി വിടുമ്പോൾ ഇവിടെ വളർച്ചയുടെ പാതയിൽ മുന്നോട്ട് കുതിക്കുന്ന ചുരുക്കം വൻ ശക്തികളിൽ ഒന്നാണ് നമ്മുടെ ഭാരതം. ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ, വൻതോതിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന സ്വാധീനം, ഭാരതത്തിലേക്ക് മാറുന്ന നിർമ്മാണ മേഖലകൾ, തന്ത്രപരമായ പ്രതിരോധ ആഗോള ശക്തിയായി മാറുന്ന ഇന്ത്യ, വിദ്യാഭ്യാസ രംഗത്തുള്ള വലിയ വളർച്ച. അങ്ങനെ ലോകത്ത് ഇന്ത്യയുടെ വളർച്ച വലുതാണെന്ന് കാണാം നമുക്ക്. എന്നാലും എല്ലാവരിലേക്കും
അതിലേക്കും എത്തുവാൻ സമയമെടുക്കുന്നുണ്ട്. ലാക്ക് ഓഫ് പ്രോബ്ലംസ് ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ മുമ്പ് ഭരിച്ച സർക്കാരുകളേക്കാൾ ഭേദം എന്ന് മാത്രം. അവിടെയാണ് ഇവിടെ പ്രശ്നം. അവിടെയാണ് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയോടുള്ള വിരുദ്ധത ഇത്തരം രാജ്യവിരുദ്ധതയായി മാറുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വിവാദത്തെ തുടർന്ന് ഒരു പരിഹാസ രൂപേണ ഒരു പാർട്ടി രൂപപ്പെടുന്നു. അതിൻ്റെ ലക്ഷ്യം ജൻസിയുടെ അവകാശങ്ങളാണെന്ന് അവർ വാദിക്കുന്നു. നമ്മുടെ രാജ്യത്തുള്ള തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന നിവൃത്തിയില്ലാത്ത സാധാരണക്കാരായ ജൻസി അതൊരു ആശ്വാസമായി കാണുന്നു. പെട്ടെന്ന് റീച്ച് കൂടുന്നു. ഫോളോവേഴ്സ് രാജ്യത്തിൻ്റെ ഭാവിയെ മാറ്റുമെന്ന് ചിന്തിക്കുന്നു. കിട്ടിയ പിന്തുണ വലിയ മൂവ്മെൻറ്റായി കണ്ട് വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഫ്യൂച്ചർ ഒഫീഷ്യൽ പാർട്ടി അനൗൺസ്മെൻ്റ് എല്ലാം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ ഇന്നേ വരെ രാജ്യം നൽകിയ സേവനങ്ങൾ മറന്ന്, സംരക്ഷണം മറന്ന്, വെറും കൂറകളുടെ സ്വഭാവം കാട്ടി ഇട്ടുതരുന്ന പാറ്റകുളികൾ തിന്നുകൊണ്ടേയിരിക്കുന്ന വെറും ബുദ്ധിശൂന്യായ ജൻസികളായി മാറിയിരിക്കുകയാണ് നിങ്ങളത് തിരിച്ചറിയണം. ബംഗാളിൽ മമത തോറ്റതിന് ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിൽ സമരം, പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ഇങ്ങ് കേരളത്തിൽ നിന്ന് പോലും പിന്തുണ, പലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നവർ, ഇന്ത്യൻ കപ്പലിന് വെടിയേറ്റപ്പോൾ നന്നായി എന്ന് പോലും പറഞ്ഞവർ, ഇതൊക്കെയുള്ള ാണോ ഈ CJP പോലുള്ള മൂവ്മെന്റുകൾ വിജയിക്കാതിരിക്കുന്നത്? ഇനി നിങ്ങൾ എത്ര തന്നെ വെള്ളപൂശി ഇറങ്ങിയാലും നേപ്പാളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് ഇന്ത്യയാണ്. ഇവിടെ ഒരു ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. സോ ഇത്തരം പട്ടി ഷോകൾക്ക് ഇറങ്ങുമ്പോൾ അത് ഓർക്കേണ്ടതുണ്ട്. രാജ്യത്തിന് പുറത്തിരുന്ന് രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന കുറേ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉണ്ട് ഇവിടെ. അതിൽ മലയാളികളുമുണ്ട്. അവരെ തിരിച്ചറിയണം. അതെ, രാജ്യസ്നേഹം എന്നും മനസ്സിൽ തന്നെ ഉണ്ടാകണം.